ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു മട്ടൺ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ മട്ടൺ നല്ല വൃത്തിയായി കഴുകിയെടുത്തു. അതിലോട്ട് ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ കുരുമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി നമുക്ക് നല്ലപോലെ യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുമ്പേ കുറച്ച് മുന്നേ കട്ട്ലറ്റിൻ്റെ മട്ടനെല്ലാം വേവിച്ച് റെഡിയാക്കി വെച്ചു. പിന്നീട് ഒരു 2 സബോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 മോളം പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി കുറവ് മതി. എല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് കുത്തിയരിഞ്ഞു, അല്ലെങ്കിൽ ചോപ്പറിൻ്റെ ചോപ്പ് ചെയ്താൽ മതി. ഇത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ മട്ടൻ്റെ കൂടെ 2 ഉരുളക്കിഴങ്ങും കൂടെ മട്ടൻ്റെ മീതെ വെച്ചാണ് കുക്കറിനകത്ത് വിസിലടിപ്പിച്ചത്. അതങ്ങനെ വെന്തിരിപ്പുണ്ട്. പിന്നെ ഇത് വഴറ്റിക്കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ഈ ഇഞ്ചി, സബോള, പച്ചമുളക് എല്ലാം കൂടെ വഴറ്റിയത് ഒരുവിധം വഴന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക്, അര സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ വഴന്നിട്ടുണ്ട്. കൂടുതൽ വഴന്നാൽ കരിഞ്ഞു പോകും. ഇത്രയൊക്കെ മതി. വഴന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചി പൊട്ടറ്റോ ഇവിടെ വെന്ത് പാകമായിട്ടിരിപ്പുണ്ട്. ഒരു വിസിലടിച്ചാൽ മതി കുക്കറിൽ. ഒന്നിൽ കൂടുതലടിച്ചാൽ ഇറച്ചി വെന്ത് പോയാൽ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് ഒരു വിസിൽ മാത്രമേ അടിക്കാവുള്ളൂ. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. നമ്മൾ ഈ ഇറച്ചിയെല്ലാം കോരി എടുത്തിട്ട് വെള്ളം അടുപ്പ് വെച്ച് പറ്റിച്ച് അതിൻ്റെ കുഴമ്പ് പോലെ കിട്ടും. അതും ഇതിലോട്ട് തന്നെ ചേർക്കണം. എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ച്, ഇനിയിപ്പോൾ ഇതെല്ലാം വഴന്നു ഇത് ഓഫ് ചെയ്തിട്ട് ഈ ഇറച്ചിയെല്ലാം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർക്കണം. അപ്പം നമുക്കത് പൊടിച്ചിട്ട് വരാം. ഇറച്ചിയെല്ലാം പൊടിച്ചിട്ട് വരാം. എല്ലാം ഞാൻ പൊടിച്ച് മിക്സിയിൽ കുറേശ്ശെ ഇട്ട് ഒന്ന് കറക്കാവേ ചെയ്യത്തുള്ളൂ, ഒത്തിരി പൊടിഞ്ഞു പോകരുത്. എല്ലാം പൊടിച്ച് ചേർത്തു. ഇനി നമ്മൾ വഴറ്റിയതും ഈ പൊടിച്ചതും എല്ലാം കൂടെ മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒരു വേവ് കുറവായിരുന്നു, ഞാൻ ഒന്നുകൂടെ കുക്കറിലടിച്ചു. അതും കൂടെ ഇട്ട് അത് ഇതിൽ ഉടച്ച് ചേർത്ത് നല്ലപോലെ കുഴച്ച് ഉരുട്ടണം. അപ്പം ഞാൻ പൊട്ടറ്റോയും കൂടെ വന്നു കഴിഞ്ഞ് കുഴച്ച് ഉരുട്ടിയിട്ട് പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പൊട്ടറ്റോ ചേർത്ത് ഉരുട്ടിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഈ കുഴച്ച് വെച്ചിരുന്ന കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ബാറ്റർ എല്ലാം കൂടെ ഞാൻ ഒരു സ്പൂണിൻ്റെ അളവിൽ ഉരുട്ടി പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടവെള്ളത്തിൽ മുക്കിയിട്ട് റൊട്ടിപ്പൊടി മുക്കി ബോക്സിനകത്ത് അടുക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് റൊട്ടിപ്പൊടിയിലേക്ക് മുക്കാം. അപ്പോൾ എല്ലാം മുട്ടവെള്ളത്തിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി ട്രേയിലിങ്ങനെ അടുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.